ഹലോ, ഞാൻ കെ ടി കുട്ടൻ, റിട്ടയർഡ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഫ്രം കേരള ഗവൺമെൻറ് ആൻഡ് ഓൾസോ ലൈസൻസ്ഡ് സിവിൽ എഞ്ചിനീയർ. ഞാൻ ഒളരിക്കരാണ് താമസിക്കുന്നത്. ടൗണിൽ നിന്നും ഏകദേശം 4 കിലോമീറ്ററോളം. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ടൗണിൽ നമ്മൾ റൗണ്ടിലൂടെ നമ്മൾ കാർ ഓടിച്ച് പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ വിസ്തരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഇതെങ്ങനെയെല്ലാം സോൾവ് ചെയ്യാമെന്ന് എൻ്റെ ഐഡിയയിലെ ഒരു ചിത്രമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇതിൽ ഇപ്പോൾ കാണുന്നത് നമുക്ക് നമ്മുടെ റൗണ്ടിൻ്റെ ക്ലോക്ക് വൈസിലാണ് നമ്മുടെ വാഹനങ്ങൾ സഞ്ചരിക്കുന്നത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഓട്ടോറിക്ഷയും സ്കൂട്ടറും പോവാം 3 മീറ്റർ വീതിയിൽ. ആകെ ഇതിന് 15 മുതൽ 18 മീറ്ററോളം വീതിയുണ്ട് നമ്മുടെ തൃശ്ശൂർ റൗണ്ട് റോഡിന്. അതിൽ നമ്മൾ 15 മീറ്റർ എടുക്കുകയാണെങ്കിൽ അതിൽ 3 മീറ്ററാണ് നമ്മൾ 2 വീലറിനും ഓട്ടോയ്ക്കും റിസർവ് ചെയ്യണത്. അതുപോലെ തന്നെ ബാക്കിയുള്ള 12 മീറ്റർ 3 സെഗ്മെൻറ്റുകളായിട്ട് തിരിച്ച് അതിൽ ഫസ്റ്റ് സെഗ്മെൻറ്റ് ട്രാക്ക് നമ്മൾ കാറുകൾക്കും ലൈറ്റ് വെഹിക്കിൾക്കും നമ്മൾ ചിത്രത്തിൽ കാണുമ്പോൾ ഫസ്റ്റ് 4 മീറ്റർ കാറുകൾക്ക് ഇതിൽ വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ 4 മീറ്റർ ട്രാക്ക് നമുക്ക് ബസ്സുകളും ഹെവി വാഹനങ്ങളും പോകാനായിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത 4 മീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേക്കിൻകാട് മൈതാനത്തോട് ചേർന്നുള്ള ട്രാക്കിൽ നമുക്ക് ആംബുലൻസ് മറ്റുള്ള എമർജൻസി വണ്ടികൾ പോകും. അതുപോലെ തന്നെ നമുക്ക് വണ്ടികൾ ഓവർടേക്ക് ചെയ്യേണ്ട അവസരം വരും മാത്രം ഇതിലൂടെ പോകാനുള്ള സൗകര്യം ഒരുക്കുക. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം, നമ്മൾ വണ്ടികൾ ഭയങ്കര റഷായിട്ട് ഡിസോർഡറായിട്ട് സ്കൂട്ടറും ഓട്ടോറിക്ഷയും അതുപോലെ തന്നെ കാറുകളും ബസ്സുകളെല്ലാം കുത്തിത്തിരികെ കട്ടായിട്ട് നമ്മൾ റൗണ്ടിൽ നിൽക്കുന്നൊരു ഫീലുണ്ട്. വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അത്ര അധികം നമുക്ക് ഫ്യൂവൽ നമ്മൾക്ക് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓണ സീസണിൽ പ്രത്യേകിച്ചും നമ്മുടെ തൃശ്ശൂർ ടൗണിൽ വളരെ റഷായിരിക്കും. കുറച്ച് നാളത്തേക്ക് ഒരു സിസ്റ്റം നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ബെനിഫിറ്റ് ആണെങ്കിൽ നല്ലതല്ലേ? എത്ര എനർജി നമുക്ക് വേസ്റ്റായി പോകുന്നത്. അതിനുള്ള കൺട്രോൾ ചെയ്യാനുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇല്ലേ? ഞാനും ഒരു ഗവൺമെൻറ് ഓഫീസിൽ ഞാൻ ജോലി ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഭംഗിയായിട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉത്തരവാദിത്തം എല്ലാവർക്കും വേണം. അപ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ